ഹായ് മാം, പുതിയൊരു അപ്ഡേഷനായിട്ട് ഇന്ന് സ്കൂൾ തുറക്കുന്ന കുട്ടികൾക്കായിട്ട് പറയാൻ പറ്റുന്ന ഇന്നത്തെ പുതിയ രോഗങ്ങൾ ഇപ്പം പുതിയത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസ്. പിള്ളേരുടെ ഇടയിൽ ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരുപാട് ഇടയായിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്ത് അത് നമ്മൾ CBSE സ്കൂൾസിനൊരു ഇത് വന്നിട്ടുണ്ട്. ഷുഗർ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. അതായത് ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് പോലും കുട്ടികൾക്ക് ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഷുഗറിൻ്റെ കൺസപ്ഷൻ കൂടുന്നുണ്ടാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഷുഗർ ഇൻടേക്ക് നമുക്ക് പിള്ളേരിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പം 13 to 15% വരെ അവർ ഷുഗർ കഴിക്കുന്ന ഒരു ദിവസം. ശരിക്കും പറഞ്ഞാൽ 5% ഒക്കെ മതി റെക്കമെൻഡ്. അപ്പോൾ ഈ ഷുഗർ ബോർഡിൽ അവർ ഏതൊക്കെ എത്ര ഷുഗർ ഈ ഒരു ഫുഡിൽ എത്ര ഉണ്ട് അത് അനലൈസ് ചെയ്ത് പിള്ളേർക്ക് തന്നെ അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. പിന്നെ ഷുഗറിൻ്റെ യൂസും പ്രോസസ് ഫുഡിൻ്റെ യൂസസും ജങ്ക് ഫുഡും ഒക്കെ സ്കൂളിൽ കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡാണ് അവർ വെക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള സ്റ്റേറ്റ് സ്കൂൾസിലും ഇത് വരണം. അതിന് IAP ഒക്കെ ശ്രമിക്കുന്നുണ്ട്, എവിടെയും കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ നമ്മൾ രോഗങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, വായുക്കൂടി പകരുന്ന രോഗങ്ങളുണ്ട്. അതായത് ഈ കോമൺ കോൾഡ് വൈറൽ ഫീവർ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കൊറോണയും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറൽ ഫ്ലൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അന്ന് ചെയ്ത പോലെ കുഞ്ഞുങ്ങൾക്കും സാനിറ്റൈസറും സേഫ് ഡിസ്റ്റൻസും മാസ്കും ഉപയോഗിക്കാൻ എനിക്ക് തോന്നും ഇപ്പം തന്നെ അവരെ പരിശീലിപ്പിക്കേണ്ടതാണ്. കാരണം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.